ഞാനൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് ചേർന്നത് ചേന, കായ, ക്യാരറ്റ്, കൈപ്പയ്ക്ക, പയർ, എല്ലതും കൂടിയിട്ട് ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഒരു പ്രാവശ്യം കഴുകി കഴിഞ്ഞ് ഇനി രണ്ടാം വട്ടം കഴുകുകയാണ്. കഴുകിയിട്ട് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. നന്നായി കഴുകണം. പക്ഷെ കഴുകി ഞാൻ അടുപ്പിലേക്ക് വെക്കാൻ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കട്ടെ. ഇത് അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ചേനയൊക്കെ ഉള്ളതുകൊണ്ട് വെന്തതിൻ്റെ ശേഷം ഉപ്പിടാം. കുറച്ച് മുളക് പൊടി ഇടാം. അവിയിലേക്ക് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളകും കറിവേപ്പിലയും. ഇത് നന്നായി ചതച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല കഷ്ണം നല്ലപോലെ വെന്തു. ഇനി അതിൽ നമുക്ക് ലേശം ഉപ്പിടാം കേട്ടോ. ചേന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാൻ താമസിച്ചത്. ഇനി ലേശം ഉപ്പിടുക. വെള്ളം നല്ല പാകത്തിനാണ്. ഇനി നമുക്കതിൽ തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ്. ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. തേങ്ങ ചേർക്കട്ടെ. ചതച്ച തേങ്ങ അതിൽ ചേർക്കട്ടെ. ഇത് കറിവേപ്പിൻ്റെ ഇടാം. കറിവേപ്പിലുണ്ട്. സൂപ്പർ അവിയൽ റെഡി. വീണ്ടും കാണാം.